പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊക്കെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവർക്കും സുലഭമായി കിട്ടുന്ന മിക്സ്ചറാണ്. അത് എങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത്. സാധാരണ നമ്മളിതൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിക്കാറാണ് പതിവ്. വീട്ടിലുണ്ടാക്കാൻ ആരും പരിക്കാറാവില്ല. അപ്പോൾ നമ്മളിത് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന് പരീക്ഷിച്ച് നോക്കാം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് മിക്സ്ചർ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടത് 2 കപ്പ് കടലപ്പൊടി, 1 കപ്പ് അരിപ്പൊടി, കടല, പൊട്ടുകടല, കറിവേപ്പില, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കായപ്പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളുത്തുള്ളി തൊലിയോട് കൂടിയുള്ളത്, ആവശ്യത്തിന് വെള്ളം. ആദ്യം തന്നെ മിക്സ്ചറിലേക്കുള്ള സേവ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ 2 കപ്പ് കടലമാവിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ്. വറുത്ത അരിപ്പൊടി, വറുക്കാത്ത അരിപ്പൊടി നമുക്ക് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണമെങ്കിൽ നല്ല മയത്തിൽ കിട്ടും. ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പം നല്ലപോലെ നമുക്ക് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട സേവമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല മയത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഇതുപോലത്തെ ചില്ലിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവ് നിറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്താൽ എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ്. അത് വെച്ചിട്ടാണ് കറിവേപ്പില ഇടുന്നത്. കറിവേപ്പില മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി തോലോട് കൂടെ ചതച്ചിട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സേവ ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് മിക്സ്ചറിലേക്ക് വേണ്ട ബൂന്തി റെഡിയാക്കാം. അതിന് നമുക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കായപ്പൊടി നമുക്ക് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലിമാവിൻ്റെ ഒക്കെ പോലെ നമുക്ക് റെഡിയാക്കി എടുക്കണം. വെള്ളം ഏറാൻ പാടില്ല. അപ്പോൾ കുറേശ്ശായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മാവ് ഇതുപോലെ ആയി കിട്ടണം.
അപ്പോൾ നമുക്ക് ബൂന്തി റെഡിയാക്കാൻ നോക്കാം. ഇതുപോലെയുള്ള ഒരു അരിപ്പത്തവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ബൂന്തി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ടെടുക്കാം. ഇങ്ങനെ എല്ലാ ബൂന്തിയും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി. പൊട്ടുകടല നമുക്ക് വറുത്ത് വരാം. ഇങ്ങനെ പൊട്ടുകടല നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കടല വറുക്കാം. കടല ഇട്ട് കൊടുക്കാം. നന്നായി വറുത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. കടല നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സേവന്ന് പൊടിച്ചിട്ടെടുക്കണം. നമുക്ക് പൊടിച്ചെടുക്കാം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മളെ ബൂന്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറുത്തച്ച പൊട്ടുകടല ഇട്ട് കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ച കടല ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അതേ എണ്ണയിൽ തന്നെ വറുത്തെടുത്താണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരിത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി ഉപ്പിട്ട് കൊടുക്കാം. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പൊക്കെ അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. നല്ല ഭാഗത്തൊക്കെ എത്തുള്ളൂ. നല്ല എരിവുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.